ഹലോ, ഭക്തി മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിന്ദു മിസ്റ്റിക് പോയറ്റായിട്ടുള്ള മീരാബായിയുടെ 3 വേഴ്സസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഭജൻസ് എന്നറിയപ്പെടുന്ന 1300ഓളം അഥവാ പോയംസ് എഴുതിയത് മീരാബായി ആണെന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ലാൽദേഹിനെ പോലെ തന്നെ ഒപ്രസീവ് മാരേജിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ദൈവിക ജീവിതം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് മീരാബായിയും ചെയ്യുന്നത്. അവരുടെ പോയത്തിൽ പ്രണയം, അതുപോലെ ലോർഡ് കൃഷ്ണയുമായിട്ടുള്ള റിലേഷൻ എന്നീ തീംസുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. മീരാബായിയുടെ വെൻ വിൽ യു കം എന്ന പോയം റിപ്പിറ്റേഷൻ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് പോയറ്റ് എഴുതിയ അൺറിക്വൈറ്റഡ് ആയിട്ടുള്ള പ്രണയത്തിൻ്റെ ഒരു എക്സ്ട്രീം എക്സ്പ്രഷനാണ്. മറ്റു കവിതകളിൽ നിന്നും ഈ ഒരു കവിത ഡിഫറെൻ്റ് ആകുന്നത് ക്ലിയർ ആയിട്ടുള്ള റിലീജിയസ് ഇമേജറി യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഈ പോയത്തിൽ സ്പീക്കറും സ്പീക്കറുടെ പ്രിയപ്പെട്ട ലോർഡ് കൃഷ്ണനും തമ്മിലുള്ള റിലേഷൻ്റെ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്റ്റാണ് പോയറ്റ് ഫോക്കസ് ചെയ്യുന്നത്. മീരാബായിയുടെ കാലത്തെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റാണ് ഈ കവിതയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്പീക്കർ തൻ്റെ ബിലൗഡ് ആയിട്ടുള്ള കൃഷ്ണന് ലെറ്റർ അയക്കുന്നുണ്ടെങ്കിലും കൃഷ്ണൻ അതിനൊന്നും റിപ്ലൈ നൽകുന്നില്ല. പേർപ്പസ്ലി പ്രിസർവിങ് സൈലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ റിപ്ലൈ നൽകാത്തത് എന്നാണ്. നെക്സ്റ്റ് 4 ലൈൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിരന്തരമായി കൃഷ്ണൻ വരുന്ന ആ വഴി സ്പീക്കർ ക്ലീൻ ചെയ്യാറുണ്ടെന്നാണ്. എന്നിട്ട് കൃഷ്ണൻ വരുന്നതും നോക്കി രാത്രിയോ പകലോ എന്നില്ലാതെ തൻ്റെ ഉറക്കവും സമാധാനവും നഷ്ടപ്പെടുത്തി സ്പീക്കർ നോക്കി നിൽക്കുകയാണ്. ബ്ലഡ് ഷോട്ട് ഐസ് ആൻഡ് ഹാർട്ട് ഫിറ്റ് ടു ബ്രേക്ക് എന്നതുകൊണ്ട് കൺവേ ചെയ്യുന്നത് സ്പീക്കറിൻ്റെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള തൻ്റെ പ്രണയത്തിൻ്റെ വൈകാരികതയാണ്. തൻ്റെ കമ്പാനിയൻ വരും എന്ന ഉറച്ച വിശ്വാസം സ്പീക്കർക്കുണ്ട്. തൻ്റെ കമ്പാനിയനുമായിട്ടുള്ള അഗാധ പ്രണയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സെക്കൻഡ് വേഴ്സിലെ ഓപ്പണിംഗ് ലൈൻസിൽ ബ്രാജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീക്കർ തൻ്റെ കുട്ടിക്കാലത്ത് കളിച്ചു നടന്ന സ്ഥലമാണ്. അവിടെ താമസിക്കുന്ന ഇരുണ്ട ആ വ്യക്തിയാണ് തൻ്റെ ഏക ആശ്വാസം എന്ന് സ്പീക്കർ പറയുന്നു. ഇവിടെ കൃഷ്ണനെയാണ് ഡാർക്ക് ഡ്വെല്ലേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ദൈവിക ആലിംഗനത്തിലൂടെ ഈ ലോകത്തിലെ എല്ലാ കാര്യവും സ്പീക്കറിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നു. മെറ്റീരിയലിസ്റ്റിക് കംഫേർട്ട് വെറും ഇല്യൂഷൻ ആണെന്നാണ് സ്പീക്കർ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുകയും പെട്ടെന്ന് തന്നെ അത് നമ്മളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുന്നു. നശിപ്പിക്കാനാകാത്ത ദൈവത്തെയാണ് കമ്പാനിയനായിട്ട് സ്പീക്കർ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ബിലൗഡ് ആയിട്ടുള്ള ദൈവം സ്പീക്കറിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് സ്പീക്കർ വളരെ ഹാപ്പിയാണ്. ലാസ്റ്റ് ലൈനിൽ ഒരു ഐറണിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു വേൾഡിലെ സ്ലേവ് ആകുന്നതിന് പകരം ദൈവത്തിൻ്റെ സ്ലേവ് ആവുകയാണ് സ്പീക്കർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു വേൾഡിലെ എല്ലാ കംഫേർട്ടും ടെമ്പററിയാണ്. അത് എപ്പോൾ വരും എപ്പോൾ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു ലോകത്തിലെ സ്ലേവ് ആകുന്നതിന് പകരം പെർമനൻ്റ് ആയിട്ടുള്ള നശിപ്പിക്കാൻ കഴിയാത്ത എറ്റേണൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ സ്ലേവ് ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുവാനാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത്. തേർഡ് വേഴ്സിൽ വേർഷിപ്പറിൻ്റെയും ഗോഡിൻ്റെയും എറ്റേണലായിട്ട് എന്നും നിലനിൽക്കുന്ന അൺബ്രേക്കബിൾ ബോണ്ടാണ് പോർട്രേ ചെയ്യുന്നത്. സ്പീക്കറിനെ ഗോഡിലേക്ക് കണക്റ്റ് ചെയ്യുന്ന സ്പീക്കർക്ക് ഗോഡിനോടുള്ള ആ ഒരു സ്നേഹം അൺബ്രേക്കബിൾ ആണെന്നും ഡയമണ്ട് പോലെയുള്ള ആ ഒരു സ്നേഹത്തിൽ എന്തൊരു സാധനം വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുവോ അവയെല്ലാം നശിച്ചു പോകുമെന്നാണ് സ്പീക്കർ പറയുന്നത്. സ്വയം കംപ്ലീറ്റ് ആയിട്ട് ദൈവവുമായി മേർജ് ചെയ്യുന്നതിലൂടെ ഗോൾഡിലെ പോളിഷ് പോലെ, വെള്ളത്തിലെ താമര പോലെ കൃഷ്ണനുമായിട്ടുള്ള റിലേഷൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതായി മാറുന്നു. സ്പീക്കർ ദൈവത്തിലും ദൈവം സ്പീക്കറിലുമായി ജീവിക്കുന്നു. ബേർഡ് ഗേസ് ഓൾ നൈറ്റ് അറ്റ് പാസിംഗ് മൂൺ എന്ന ലൈനിൽ സ്വന്തം ഇഷ്ടത്തോടെ സ്പീക്കർ നഷ്ടപ്പെടുത്തുന്ന ഐഡൻറ്റിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.